നമുക്കുള്ളത് നൽകുന്നതും നമ്മളെ തന്നെ നൽകുന്ന തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്ക് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ, എളിമപ്പെടാൻ പറ്റണമെങ്കിൽ, വിട്ടുകൊടുക്കാൻ പറ്റണമെങ്കിലൊക്കെ നമുക്ക് നമ്മെ തന്നെ നൽകുന്നിടത്തെ അതൊക്കെ സാധിക്കുള്ളൂ. നമുക്ക് വേദന ഉണ്ടാകുന്ന അറ്റം വരെ നമ്മൾ നൽകുള്ളൂ. വേദനിക്കുമ്പോഴും നൽകാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു ദാമ്പത്യ ബന്ധത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്നത്, ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നു, എനിക്ക് ഇങ്ങോട്ട് സ്നേഹം കിട്ടുന്നു, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം വലിയ കുഴപ്പമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ ജീവിത പങ്കാളി സ്നേഹം നിർത്തി. ഇന്നലെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നില്ല, മക്കൾ ഇന്നലെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നില്ല, സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മുറിയപ്പെടാൻ തുടങ്ങും, നമ്മൾ മുറിയാൻ തുടങ്ങും, വേദനിക്കാൻ തുടങ്ങും. അങ്ങനെ മുറിയുമ്പോഴും, നാം നമ്മിൽ തന്നെ മുറിയുമ്പോഴും വേദനിക്കുമ്പോഴും നമ്മെ നൽകാൻ പറ്റുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചാണ് സുവിശേഷം പറയുന്നത്. ഈശോ കാൽവരിയിൽ കാണിച്ചു തന്നതും ആ കാൽവരി യാഗത്തെക്കുറിച്ചുള്ള ആ പ്രബോധനമാണ് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മെ തന്നെ നൽകുന്നിടത്താണ് യഥാർത്ഥ സുവിശേഷ ജീവിതത്തിലേക്ക് വരുന്നത്, യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുന്നത്. അതിന് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഒരുപക്ഷെ നമ്മൾ അല്പം കൂടി വളരേണ്ടതുണ്ട് എന്ന് ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.